ഏഹ് അതൊക്കെ എല്ലാം കണ്ടിരുന്നേനെ. നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അന്തരിച്ച മലയാളത്തിലെ ഹാസ്യ നടൻ ശ്രീ സലീം കുമാറിന്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെ സംസ്കരിച്ചിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾക്ക് പങ്കെടുക്കാനായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ, അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ തലത്തിലെ സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാൽ, അതേപോലെ തന്നെയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ വിഷ്ണുനാഥ് ആദ്യം മുതൽ തന്നെ അവസാനം വരെ ഈ മരണാനന്തര കർമ്മങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടാണ് അവരെല്ലാം പിരിഞ്ഞത്. മുഖ്യമന്ത്രി അവസാന നിമിഷം ചിതയിലേക്ക് എടുക്കുന്ന സമയത്താണ് വി ഡി സതീശൻ ഇവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം കൂടിയാണ്, അദ്ദേഹത്തിന്റെ ഒരു വോട്ടർ കൂടിയാണ് ശ്രീ സലീം കുമാർ. സലീം കുമാർ ഈ ഇലക്ഷനോടനുബന്ധിച്ച് ശ്രീ വി ഡി സതീശന് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തനം നടത്തുകയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് നടത്തുന്ന സ്വീകരണ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ശ്രീ സലീം കുമാർ. മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് കരൾ സംബന്ധമായ അസുഖം വരികയും അത് അമൃത ഹോസ്പിറ്റലിൽ പോയി അത് ഭേദപ്പെട്ട് തിരിച്ച് വീട്ടിൽ സുഖം വന്നിട്ട് സിനിമാ മേഖലകളിലൊക്കെ അധികം പ്രവർത്തനം, ഈ കരൾ സംബന്ധമായ അസുഖം കൊണ്ടുകൊണ്ട് അത്തരത്തിൽ സിനിമകളൊന്നും അഭിനയിക്കാതെ വളരെ ചുരുക്കം ചില കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇരുന്ന വ്യക്തി കൂടിയാണ്. വളരെ പെട്ടെന്ന് തന്നെയാണ് ഇത്തരത്തിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് അസുഖം വരികയും അത് ഹോസ്പിറ്റലിൽ എത്തുകയും 2 ദിവസത്തിന് മുമ്പ് ഇന്നലെ രാത്രി 10:45 കൂടിയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ടൗൺ ഹാളിൽ ഇവിടെ പറവൂർ ടൗൺ ഹാളിൽ 1 മണിയോളം അടുപ്പിച്ച് മൃതദേഹം പൊതുദർശനത്തിന് വെക്കുകയും ആയിരക്കണക്കിന് ജനങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പൊതുരംഗത്തുള്ള നിരവധി പേരാണ് അവിടെ വന്ന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചത്. ഇവിടെയും വന്ന് സംസ്കാര ചടങ്ങുകൾക്ക് മുമ്പ് നിരവധി പേർക്കാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവസരം കിട്ടാതായിപ്പോയി. അത്രയും തിരക്കായിരുന്ന ആയിരക്കണക്കിന് ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് അദ്ദേഹത്തിനെ കുറിച്ച് നല്ല നല്ല വാക്കുകളും ഓർമ്മകളുമാണ് ഈ പ്രദേശവാസികളും സുഹൃത്തുക്കൾക്കും ഒക്കെ നമ്മളോട് പറയാനുള്ളത്. വളരെ വർഷക്കാലം അദ്ദേഹം സിനിമയിൽ വരുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ടും വളരെ ബുദ്ധിമുട്ടിയും ഒക്കെയാണ് സിനിമ ഫീൽഡിൽ എത്തുന്നതിന് മുമ്പ് മിമിക്രി വേദികളിലും അതിനോടൊപ്പം തന്നെ ഇലക്ട്രിക് ജോലികളും ഒക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിച്ച് ഉയർന്ന നിലയിൽ എത്തുകയും സിനിമാ രംഗത്ത് വന്ന് സാമ്പത്തികമായി ഉന്നതിയിലെത്തുമ്പോഴും ഈ പ്രദേശവാസികളെയും കുടുംബക്കാരെയും അല്ലെങ്കിൽ ഈ സൗഹൃദത്തിലുള്ളവരെയും ജനങ്ങളുടെയും സമീപ പ്രദേശത്തുള്ളവരെയും ഒന്നും മറക്കാതെ ഒരു സിനിമാ നടൻ എന്നുള്ള ആലങ്കാരികളോ ഒന്നുമില്ലാതെ സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇവിടെ ജീവിച്ചിരുന്നത്. എന്തായാലും വളരെ പെട്ടെന്നുള്ള ഒരു അകാല വിയോഗം. കലാകാരന്മാർക്ക് ഒരിക്കലും മരണമില്ല, ജനഹൃദയങ്ങളിൽ എപ്പോഴും അദ്ദേഹത്തിന് സ്ഥാനമുണ്ടാകും. എങ്കിൽ തന്നെയും ഇത്തരത്തിലൊരു ഈ ഒരു വീഴ്ച അല്ലെങ്കിൽ ഈ ഒരു വേർപാട് മലയാളി മനസ്സുകൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. നിരവധി കഥാപാത്രങ്ങൾ കൂടി മനസ്സിനെ രസിപ്പിച്ചും സന്തോഷിപ്പിച്ചും ആഘോഷിപ്പിച്ചും നടന്ന ശ്രീ സലീം കുമാറിന്റെ വേർപാട് കലാരംഗത്തും മലയാളികൾക്കും എല്ലാം ഒരു വിഷമം ഉണ്ടാക്കിയ ഒരു ദിവസം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എന്തായാലും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അതിനൊക്കെ സിനിമാ നടൻ ശ്രീ ദിലീപ് ആദ്യം മുതൽ തന്നെ, അതിനൊക്കെ ടിനി ടോം, അങ്ങനെ നിരവധി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ആദ്യ അവസാനം വരെ ഈ ചടങ്ങുകൾക്ക് കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പറവൂർ നിന്നും ജയിച്ച് MLA ആവുകയും കേരളത്തിന്റെ മുഖ്യമന്ത്രി സലീം കുമാറിനെ എത്ര വർഷമായിട്ട് അറിയാം? സലീം കുമാറിനെ ചെറുപ്പത്തിൽ അറിയാം. ഇവിടെ വസ്തു മേടിച്ചാണ് വീട് വെച്ച്? മേടിച്ചോ. കുടുംബ വീടൊക്കെ വേറെയാണ്? അവിടെ ഉണ്ട്. അപ്പൊ അന്ന് പണി ചെയ്യുമ്പോഴൊക്കെ വന്ന് ഈ വീടിന്റെ പണി നടക്കുമ്പോഴൊക്കെ വരുമായിരുന്നു? ഫുള്ളായിട്ടുണ്ടാവും ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ വരും. ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന് അവിടെ വരും. ഓരോ പണിയുടെ കാര്യത്തിന് നമ്മൾ ശ്രദ്ധയോടെ നോക്കും. നമ്മളാണ് കൽപ്പണി, വാർക്കപ്പണി. ശരി. എത്ര വർഷമാവും ഇതൊക്കെ വീടൊക്കെ വെച്ചിട്ട്? ഇപ്പൊ ഒരു 15-20 വർഷത്തിന് മുകളിലാണ്. 23 വർഷത്തിന് മുകളിലാണ്. 23 വർഷമായി. പിന്നെ വേറെ എന്തോണ്ട് സലീം കുമാറിനെ കുറിച്ച് ഓർമ്മയിൽ തങ്ങിയിരിക്കുന്ന? പുള്ളിക്ക് വേറെ പുള്ളി മറ്റേ ഈ കോളേജിൽ പോകാനൊക്കെ ഇത്തിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു പഠിക്കുന്ന കാലത്ത്. സിനിമയിലൊക്കെ വന്നതിന് ശേഷം പുള്ളി മിമിക്രി കയറി. കോളേജിൽ മാഷുണ്ടായിരുന്നു, അതിലാണ് പുള്ളി ഇതിനകത്ത് കയറിയത്. അങ്ങനെയൊക്കെയുള്ള നല്ല ഇതാണ്. ഇങ്ങനെ അസുഖത്തെ കുറിച്ചൊക്കെ നേരത്തെ അസുഖങ്ങള് പറഞ്ഞെങ്കിൽ പുള്ളി അത്ര മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. അത് ശരിയാ. അസുഖത്തിനെ മൈൻഡ് ചെയ്യാണ്ട് ഷൂട്ടിങ്ങിന് പോകും. എല്ലാവർക്കും ഇപ്പൊ കുറച്ചാളായിട്ട് കുറച്ച് കുറവായിരുന്നു. മോനും പടത്തിലേക്ക് ജനിച്ചപ്പോ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കായിരുന്നു. അത് ശരിയാ. ഇപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണല്ലോ വി ഡി സതീശൻ, അദ്ദേഹത്തിന് വേണ്ടി ഇലക്ഷൻ വർക്കിനൊക്കെ പോയായിരുന്നു. എല്ലാത്തിനും അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു വന്ന സ്വീകരണത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്തു.
വളരെ പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു അസുഖം വന്ന് അഡ്മിറ്റ് ആയത്. അത് അധിക ദിവസം 3-4 ദിവസം കൊണ്ട് ഇതായി. നേരത്തെ കരൾ അസുഖം ഉണ്ടായിരുന്നു, അമൃതയിലായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു ഇപ്പൊ ഈ ഒരാഴ്ച മുമ്പ്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ പറവൂര് വ്യാപാര വ്യവസായി അന്നത്തെ മർച്ചന്റ്സ് അസോസിയേഷൻ, അപ്പൊ അവരൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതില് കോമഡി ഷോ കാണിക്കാനായിട്ടേ വന്ന പുള്ളി ഫസ്റ്റ് കിട്ടി. അപ്പൊ 4 ലഡുവാണ് പ്രൈസ്. 1988 അത് വാങ്ങിച്ചിട്ട് അപ്പൊ ഞങ്ങൾക്ക് അവിടെ പറവൂര് ഒരു സായാഹ്നോത്രത്തിന്റെ അത് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്ന് ഞങ്ങൾ വിളിച്ചു മുകളിൽ കൊണ്ടുപോയി. പുള്ളിയുടെ മിമിക്രിയിലൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യം ഈ പെർഫോമൻസ് നടക്കുന്നത്. ആദ്യത്തിന് ഏറ്റവും ആദ്യം അത് 4 ലഡു പുള്ളിക്കിട്ട്. അപ്പൊ എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോ ചിരിയും കരച്ചിലും. അപ്പൊ അതെങ്ങനെയാണ് ആദ്യം പുള്ളി ചിരിക്കും, അതിനായിട്ട് ഒറ്റ കരച്ചിലാണ്. അതിനാണ് പുള്ളിക്ക് പ്രൈസ് കിട്ടിയത്. അതിനുശേഷമാണ് മലയേറ് കോളേജ് പല ഇതൊക്കെ. ഇത് വ്യാപാരി വ്യവസായികളുടെ ഈ പ്രോഗ്രാമിലാണ് പ്രോഗ്രാം കഴിവ് തെളിയിച്ച് അപ്പൊ ഞങ്ങള് അഭിനയിച്ച് പുള്ളിയുടെ ഫോട്ടോ ഒക്കെ പത്രത്തിലിട്ട് അന്ന് 30 ദിവസം ഉണ്ട് പത്രത്തിന്. 88 അതെ അതെ. ആദ്യത്തെ പ്രൈസ് എന്ന് പറയുന്നത് 4 ലഡുവാണ്. പ്രോത്സാഹനവും ഞങ്ങളുടെ. അത് ശരിയാ. അതിനുശേഷം ഇവിടെ ആലുവ സാരി എന്നിട്ട് ട്രിപ്പ് ഉണ്ടായിരുന്നു. അതില് മിമിക്രി അതിന്റെ അറ്റാച്ചഡായിട്ടേ മിക്സ് പരേഡ് അതില് വർക്ക് ചെയ്യുന്നു. പിന്നെ പുള്ളി വളരെ ഇതായിരുന്നു, കഷ്ടപ്പാടായിരുന്നു. അതായത് ലൈറ്റ് ആൻഡ് സൗണ്ട് പോയിരുന്നു. എല്ലാ ജോലി കാരണം പുള്ളിക്കുള്ള ഇൻകുമില്ല. പറവൂര് ഇപ്പൊ ഞങ്ങള് അങ്ങനെ ഇതായതിനു ശേഷം ഇങ്ങനെ പിന്നെയാണ് കലാഭവനിലും ഒക്കെ പോയത്. മിമിക്രിക്ക് എന്ന് പറയുമ്പോൾ അതിന് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഇലക്ട്രിക് പണിയും അതൊക്കെ അങ്ങനെയായിട്ട് പോകും. നാടകത്തിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് അങ്ങനെയൊക്കെ പോയിരുന്നു. പിന്നെ ഒറ്റ ഉയർച്ചയായിരുന്നു. അതെ അതെ. അതിനുശേഷം ഇവിടെ നിങ്ങളെ ഇല്ല, ഞാൻ അതിനുശേഷം കണ്ടിട്ടില്ല. പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഇല്ല വീട്ടിലേക്ക് പോകാൻ. പക്ഷെ എന്നാലും അങ്ങനെ അതിനുശേഷം കണ്ടിട്ടില്ല. പിന്നെ ഈ വീഡിയോ പണിയുന്ന സമയത്തേക്ക് വെറുതെ വന്നിട്ടുണ്ടായിരുന്നു, പുള്ളിയിൽ കണ്ടില്ല. ഒരു സുഹൃത്ത് എന്ന നിലയിൽ സലീംകുമാറിനെ കുറിച്ച് ഓർമ്മയിൽ സംഗീക്കുന്നത് നല്ല കുറെ നല്ല അനുഭവങ്ങളുണ്ട്. പുള്ളി എല്ലാവരോടും നല്ലൊരു സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. എന്ത് ആർക്കാണെങ്കിലും ഇതിനൊക്കെ പൊതുവെ നല്ലൊരു ഇതാണ്. നമ്മളെ കുടുംബപരമായിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ, ഇടയ്ക്കിടയ്ക്ക് ഒരു ബന്ധങ്ങൾ നിലനിർത്തുന്ന തരത്തിൽ വന്നതാണ്. എന്റെ ചേട്ടനെ പോലെ തന്നെ നമുക്ക് കുടുംബവും ഫാമിലി ആയിട്ട് വലിയ ബന്ധമുള്ളതാണ്. എല്ലാ കാര്യങ്ങൾക്കും വീട്ടിൽ വന്ന് പോയിക്കൊണ്ട് എല്ലാ പരിപാടികളും ഒരു കുടുംബമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളൊക്കെ വരണം. നാട്ടിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻസ്, ക്ഷേത്രം, നമ്മള് കളരി ക്ഷേത്രങ്ങളാണല്ലോ. കുടുംബക്ഷേത്രം, ചിറ്റാരുടെ കളരി ക്ഷേത്രം, അപ്പൊ അവിടെ ബന്ധപ്പെട്ടുള്ള എല്ലാത്തിനും പരിപാടികളും അതുപോലെ നാട്ടിലെന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലൊക്കെ വരാറുണ്ട്. എല്ലാവരുമായിട്ട് നല്ലൊരു സൗഹൃദം നിലനിർത്തിക്കൊണ്ടുപോകുന്നു. ജോലിക്ക് പോയിട്ടല്ലേ മുതലാളി ഇപ്പൊ ജോലിക്ക് പോയിട്ടല്ലേ.